ഹലോ, നമസ്കാരം. വായനാ ദിനമായിട്ട് നിങ്ങളെ കുറച്ച് നിങ്ങളുടെ കുട്ടിക്കാലത്തെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചു. വേറൊന്നല്ല, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കുറേ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ബാലരമ, മുത്തശ്ശി, പൂമ്പാറ്റ, കുട്ടികളുടെ ദീപിക, ലാലുലീല, അങ്ങനെ കുറേ ബുക്സ് ഉണ്ടായിരുന്നു. ഈ ഓരോ പുസ്തകങ്ങളിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ സൂപ്പർ ഹീറോസും ഉണ്ടാവും. ഉദാഹരണത്തിന് ബാലരമയിലെ സൂപ്പർ ഹീറോ മായാവി ആയിരുന്നു. മായാവി, രാജുരാധയൊക്കെ ഇപ്പോഴും അതേ പ്രായത്തിലൊക്കെ നിൽക്കട്ട. പിന്നെ അതുപോലെ പൂമ്പാറ്റയിൽ ഉണ്ടായിരുന്നു കബീഷ്. പിന്നെ ലാലുലീല എന്ന് പറഞ്ഞ കഥ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാറിന്റെ കഥ ഉണ്ടായിരുന്നു, മക്കു എന്ന് പേരായിട്ട്, കണ്ണും മൂക്കൊക്കെ ഉള്ള ഒരു കാറ്. അങ്ങനെ കുറെ നല്ല 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 സ്റ്റോറീസ് ഒക്കെ ആയിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പുസ്തകം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പുസ്തകം വരാനുള്ള കാത്തിരിപ്പാണ് ഓരോ തവണയും. ഞങ്ങളുടെ അന്നൊക്കെ മന്ത്ലി ഒരു ബുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ വൺസ് ഇൻ 2 വീക്സ് ആയി. അത് 2 ആഴ്ചയിൽ ഒരിക്കൽ വരും. അങ്ങനെ അപ്പൊ ഇതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളെ കുറെ കൂടുതൽ സ്വാധീനിച്ച പുസ്തകം എന്താണെന്നുണ്ടെങ്കിൽ അമർ ചിത്രകഥ ഉണ്ടായിരുന്നു. ആദ്യം പൂമ്പാറ്റയാണ് ഇറക്കിയത്, അമർ ചിത്രകഥ. പൂമ്പാറ്റ അമർ ചിത്രകഥ അത് ഇങ്ങനത്തെ ഇതുപോലത്തെ കണ്ട. ഞാൻ എന്റെ കയ്യിൽ കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അന്നൊക്കെ ഒരു അമർ ചിത്രകഥ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 പൈസയ്ക്ക് അമർ ചിത്രകഥയ്ക്ക്. അതൊക്കെ വീട്ടിൽ വാങ്ങിക്കാൻ പൈസ ചോദിച്ചാൽ ചീത്ത കേൾക്കും. അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ കിട്ട പോലെ കശുവണ്ടിയൊക്കെ പറക്കി കൂട്ടിയിട്ട് കിട്ടണ പൈസകളൊക്കെയാണ് ഇതൊക്കെ വാങ്ങിക്കുക. ഈ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകും. സ്കൂളിൽ കണ്ട ഏതെങ്കിലും പീരീഡൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത പീരീഡ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിരുന്നിട്ട് വായിക്കലാണ് പതിവ്. ആ സമയത്ത് വീട്ടിൽ വന്നാലും അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ പുസ്തകം വെച്ച് വായിക്കും. കഥപുസ്തകങ്ങളൊന്നും വായിക്കുന്നത് അന്ന് ഇഷ്ടമല്ല. ഇന്നാണെങ്കിൽ കുട്ടികളോട് കഥപുസ്തകം വായിക്കാൻ പറഞ്ഞാൽ അവർക്ക് വേണ്ട. അപ്പൊ കുറച്ച് പുസ്തകങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഇതിപ്പോ പൂമ്പാറ്റ അമർ ചിത്രകഥ കണ്ട, പണ്ടത്തെ കണ്ട. അതൊക്കെ നമുക്ക് ഓർക്കാൻ ഒരുപാട് ഇതുള്ള. ഞാനിത് പണ്ട് കുറെ 5-8 വർഷങ്ങൾക്ക് മുൻപ് ബൈൻഡ് ചെയ്ത് വെച്ചതാട്ടെ പുസ്തകങ്ങളൊക്കെ. ഇതിലൊക്കെ അമർ ചിത്രകഥയില് മഹാഭാരതം ഓരോ വോളിയും എല്ലാ കഥകളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. ഗാണ്ഡവദാഹം കണ്ട, അതുപോലെ അങ്ങനെ കുറെ കഥകള്. അതുപോലെ നോക്കിയത് പുരി ജഗന്നാഥൻ. ഇങ്ങനെ ഞാനൊരു ഇതാക്കി വെച്ചിരിക്കുന്നത് ബാജിറാവു. അങ്ങനെ ഒരുപാട് നല്ല നല്ല കഥകൾ. നമുക്ക് ഇന്നത്തെ കുട്ടികൾക്ക് ഈ കഥകളൊന്നും അറിയില്ല. ഇതൊക്കെ പണ്ട് പെയിന്റ് ചെയ്ത് വെച്ചതാ. കുറെ പേജുകളൊക്കെ പോയി. ഇത് പണ്ട് പൈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പൈക്കോ കമ്പനിക്കാരാണ് ഇത് ഇറക്കിയിരുന്നത്. പൂമ്പാറ്റ അമർ ചിത്രകഥ കണ്ട. അങ്ങനെ കുറെ ഇപ്പൊ ഇത് വരണം. അതിനുശേഷം ഈ പൂമ്പാറ്റൊക്കെ അവരവിടെ നിർത്തലാക്കി. ഞങ്ങളുടെയൊക്കെ സ്കൂൾ ടൈമിൽ തന്നെ ഏകദേശം 10ാം ക്ലാസ്സിന് മുന്നേ തന്നെ പൂമ്പാറ്റൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ബാലരമ ഇത് ഏറ്റെടുത്തത്. അപ്പൊ ബാലരമക്കാര് ഇറക്കിയപ്പോ പണ്ടൊക്കെ ഈ കളറായിരുന്നു പുസ്തകങ്ങൾ കണ്ട. പിന്നെ അത് കളർഫുള്ളാക്കിയപ്പോ 1.5 രൂപ എന്നുള്ളത് 3 രൂപയായി മാറി. ഇപ്പൊ കണ്ട അഷ്ടാവക്രൻ. ഇതൊക്കെ നല്ല നല്ല ഇതിന്റെ ചിത്രങ്ങളൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. ഇതിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ തന്നെ നല്ല നല്ല ചിത്രങ്ങളാ. അയ്യപ്പന്റെ കഥകള് കണ്ട. ഇതൊക്കെ അമർ ചിത്രകഥകള് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട. പണ്ടത്തെ ഓർമ്മകൾ അതൊക്കെ. ഇത് ബാലരമ അമർ ചിത്രകഥ കേട്ടോ. അതായത് പൂമ്പാറ്റ ഇറക്കി അതേ പുസ്തകങ്ങൾ തന്നെ അവർ 2ാമത് ഇറക്കിയിട്ടുള്ളതാ കണ്ട. ഇതിന്റെ പിക്ചേഴ്സ് ഒക്കെ കണ്ട നോക്കി. എത്ര നല്ല ഭംഗിയില കണ്ട ഓരോ വരകളും കണ്ട. ഇതിലിപ്പോ ഈ പുസ്തകത്തിൽ 10-12 കഥ ഇട്ടിട്ടാ. സെമന്തകം ഇങ്ങനെ ചട്ടയില് വരച്ചിരിക്കുന്ന പിക്ചറിന്റെ ഭംഗി നോക്കിയ കണ്ട. അപ്പൊ അങ്ങനെ ഞാനത് ജസ്റ്റ് കണ്ടപ്പോ ഇതൊക്കെ നമ്മളൊന്നും ഈ കഥകളൊക്കെ ഉണ്ടല്ലോ നമ്മളൊന്നും ഒരിക്കലും മറക്കില്ല. വായിച്ചത് സൂക്ഷിച്ച് ഇതൊക്കെ ആൾക്കാരുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ തന്ന് സൂക്ഷിച്ച് വെച്ച് ബൈൻഡ് ചെയ്ത് വെച്ചത് കൊണ്ട് ഇന്ന് കിട്ടി. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരോട് ഇതൊക്കെ വായിച്ചു നോക്കാൻ പറഞ്ഞാൽ പോലെ അവർക്ക് ആർക്കും വേണ്ട. ഇഷ്ടം പോലെ ബുക്സുകളാണ് ഈ അമർ ചിത്രകഥകള്. ശാകുന്തളം അങ്ങനെ നല്ല കുറെ കഥകൾ. ഇത് നമ്മൾ സാധാരണ ഇതിന്റെ പടങ്ങളുണ്ടല്ലോ, പിക്ചേഴ്സ് ഉണ്ടല്ലോ, പിക്ചറൈസേഷൻ ഒരു രക്ഷയില്ല. നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ കുറെ ബുക്കുകൾ. അപ്പൊ ഇന്നിപ്പോ ഈ വായനാ ദിനത്തിൽ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് പറിച്ചു നോക്കിയായിരുന്നു. പണ്ടത്തെ ഓർമ്മകൾ കുറച്ചായി പറക്കാനായിട്ട് അമർ ചിത്രകഥകള്. പിന്നെ വേറൊരു കഥ പറയാണ്ട്. അതായത് ഈ പൈക്കോക്കാരനാന്ന് തന്നെ കുട്ടികളുടെ മനസ്സിലെ ഏറ്റവും നല്ല കുട്ടികളുടെ മനസ്സറിഞ്ഞ് പുസ്തകങ്ങൾ ഇറക്കിയിരുന്ന ആൾക്കാരാണ് ഈ പൈക്കോ. അപ്പൊ പൈക്കോ ക്ലാസിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു. ഈ പൈക്കോ ക്ലാസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എത്രയാ 5 രൂപയാണെന്ന് തോന്നുന്നുണ്ട് അന്ന് ഒരു ബുക്കിലായിരുന്നത് അന്നത്തെ കാലത്ത്. ഇപ്പൊക്കെ 55-65 ഇപ്പഴ ഇറക്കുണ്ടാവില്ല.
ഈ പൈക്കോ ക്ലാസിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ലോക വിശ്വോത്തര കഥകളാണ്, അതായത് വിശ്വവിഖ്യാതമായ കഥകള്, ക്ലാസിക് റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള കഥകള് നമ്മളെ പരിചയപ്പെടുന്ന ബുക്കായിരുന്നു. അതൊക്കെ വിശ്വോത്തര കഥകളാണ് കേട്ടോ. അതേ കണ്ട, അത് ഇതുപോലെ പൈക്കോ ക്ലാസിക്സ് ഡേ, ഇത് മാക്ബത്ത് കണ്ട. അപ്പൊ ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഈ പണ്ടത്തെ പൂമ്പാറ്റ നക്ഷത്രകഥയുടെ പോലെയുള്ള കളറുള്ള പുസ്തകങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതുവരെ പുതിയ എഡിഷൻസ് അവർ ഇറക്കി തുടങ്ങിയപ്പോ ഇപ്പൊ അതിങ്ങനെയായി. പക്ഷെ പിക്ചറൈസേഷൻ ഒക്കെ അടിപൊളി തന്നെയാട്ടാ, നമുക്കൊന്നും മുട്ടാൻ പറ്റില്ല. കാരണം ഇത് മാക്ബത്ത്, അങ്ങനെ കുറെ കഥകളുണ്ട്. വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്ത്, ബ്രാം സ്റ്റോക്കറിന്റെ ഡ്രാക്കുള, ഇതൊക്കെ കണ്ട ഒരു വീണ്ടും പുതിയതിൽ ഇറക്കി തുടങ്ങി പുസ്തകങ്ങള്. ക്രിസ്മസ് കരോൾ, ചാൾസ് ഡിക്കൻസിന്റെ ക്രിസ്മസ് കരോൾ, ഇതൊക്കെ വിശ്വവിഖ്യാതരായ എഴുത്തുകാരുടെ കഥകളാണ്. നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തില്, അതായത് വലിയ പുസ്തകങ്ങളൊന്നും നമുക്ക് വായിച്ചിരിക്കാനുള്ള സമയങ്ങളൊന്നും ഇല്ല ചെറുപ്പത്തില്. അത് പുസ്തകം വായിക്കാൻ കിട്ടൂല അത്രയ്ക്കാണ്. ചാൾസ് ഡിക്കൻസിന്റെ പുസ്തകം, അപ്പൊ ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് പോലും ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള പുസ്തകങ്ങളാണ് കേട്ടോ. പിന്നെ അതെ R.L. സ്റ്റീവൻസന്റെ ട്രഷർ ഐലൻഡ് കണ്ടോ. അങ്ങനെ എനിക്ക് കാണുമ്പോ ഒക്കെ എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ ബുക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, എന്റെ ഒരു ക്രേസ് ആണ്. അപ്പൊ ഞാന് വായിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ അതൊക്കെ വാങ്ങിച്ചു വെക്കും. ട്രഷർ ഐലൻഡ്, അന്ന സിവലിന്റെ ബ്ലാക്ക് ബ്യൂട്ടി, കുതിരയുടെ കഥ, അതൊക്കെ ബ്ലാക്ക് ബ്യൂട്ടി. പിന്നെ ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ, നല്ല നല്ല കഥകളാ. അപ്പൊ ഇതൊക്കെ ഒരു 10-50 രൂപ പോയാലും നമ്മള് വാങ്ങിച്ചു വെക്കും. കാരണം അപ്പൊ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഇതുപോലെ കളക്ഷൻസ് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതായത് ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ ഓർമ്മകളാണ്, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ. അപ്പൊ ഈ ഓർമ്മകളൊക്കെ നിങ്ങളിലേക്കും കൂടിയിട്ട് ഞാൻ, അതായത് പണ്ടത്തെ നമ്മുടെ ബാലരമ, പൂമ്പാറ്റ, മായാവി, ഇതൊക്കെ നിങ്ങളിലേക്കും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ഈ വീഡിയോ കൊണ്ട് എനിക്ക് സാധിച്ചു. ഈ വായനാ ദിനത്തില് ഇനിയും ഈ പഴയ പുസ്തകങ്ങൾ, ഇതുപോലുള്ള നക്ഷത്ര കഥകള്, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനായിട്ട് കുട്ടികളും മുതിർന്നവരും ആരായാലും തയ്യാറാവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വായനാ ദിനം ആശംസിക്കുന്നു.